ഭാഗവതത്തിലെ ഏകാദശ സ്കന്ധത്തിലെ 6-ാമത്തെ അധ്യായം ആണ് നമ്മളുടെ ഈ ഭാഗവത കുടുംബത്തില് പൂർണ്ണ സജീവമായിട്ട് എല്ലാ സൽക്കർമ്മങ്ങളിലും സത്സംഗങ്ങളിലും ഉപാസനയിലും ഒക്കെ നിത്യം എന്ന് പറഞ്ഞതുപോലെ തന്നെ പങ്കെടുക്കാറുള്ള പ്രീതാസായി പാലക്കാട് ആണ്. എല്ലാ ആചാര്യ മര്യാദകളോടും കൂടി അമ്മയുടെ പാദങ്ങൾ നമസ്കരിച്ചുകൊണ്ട് ഈ ഭാഗവതഹംസം വള്ളിയൂർ ശങ്കരൻ നമ്പൂതിരിയുടെ അനുസ്മരിച്ചുകൊണ്ട് നടത്തുന്ന ഈ ഭാഗവത നവാഹയജ്ഞത്തിന്റെ 8-ാം ദിവസത്തിലെ ഉച്ചയ്ക്ക് ശേഷമുള്ള ആദ്യ പ്രഭാഷണത്തിനായിട്ട് സാദരം സവിനയം ക്ഷണിച്ചുകൊള്ളുന്നു. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരിഗോ. ശ്രീ ഗുരുഭ്യോ നമഃ. സംസരസ്വത്यै നമഃ. ഓം ജഗദംബികായൈ നമഃ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീവാസുദേവമനിശം ഹൃദി ഭാവയാമി. ഈ നമ്മുടെ സത്സംഗത്തിലെ ഈ കുടുംബത്തിലെ സുഹൃതികളായ ഓരോരുത്തരുടെയും പാദങ്ങളിലും നമസ്കരിക്കണു. ഗുരുക്കന്മാരുടെ ആചാര്യനെയും നമസ്കരിച്ചുകൊണ്ട് എനിക്കറിയാവുന്ന ഈ ഏകാദശ സ്കന്ധത്തിലെ കുറച്ചൊക്കെ ഇങ്ങനെ ഇതാക്കിയിട്ടുണ്ട്. അതൊക്കെ നോക്കിയിട്ട് വളരെ ലഘൂകരിച്ചിട്ട് തന്നെ പറയാൻ ശ്രമിക്കുന്നുണ്ട്. കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? നമ്മള് ഇന്നിവിടെ അനുസ്മരിക്കുന്നത് അധ്യായം 6 ഏകാദശത്തിന്റെ. ഏകാദശം എന്ന് പറഞ്ഞ തന്നെ അതൊരു മുക്തിയുടെ ലക്ഷണമാണ് കാണിക്കുന്നത്. ഈ ഇതിന്റെ തുടക്കത്തില് 5 അധ്യായങ്ങളിലായിട്ട് ചെറുതായിട്ട് ഭാഗവത ധർമ്മോപദേശമാണ് പറയണത്. ഒരു ജീവൻ സ്വന്തം കാരണമായ ബ്രഹ്മഭാവം എന്ന നില പ്രാപിക്കുന്ന ചുരുക്കത്തിൽ പറയുകയാണ് ചെയ്യുന്നത്. പിന്നെ ഈ കഴിഞ്ഞ 5-ാമത്തെ അധ്യായത്തില് വസുദേവർക്ക് മുക്തി എന്താണെന്ന് നാരദൻ പറഞ്ഞു കൊടുക്കുന്നു. അന്യഥാരൂപം ഹിത്വാ സ്വരൂപേണ വ്യവസ്ഥിതി മുക്തി. ഇതാണ് ശരിക്കും ഏകാദശം തുറക്കാനുള്ള താക്കോൽ തന്നെ ഇതാണെന്നാണ് പറയുന്നത്. അപ്പൊ എന്താന്ന് വെച്ചാൽ നാരദൻ പറഞ്ഞതിന്റെ ചുരുക്കം അങ്ങ് മുക്തനാണ്, അത് അങ്ങ് മനസ്സിലാക്കണില്ല എന്നേ ഉള്ളൂ. പക്ഷെ അങ്ങ് ശരിക്കും യഥാർത്ഥത്തിൽ മുക്തി അങ്ങക്ക് ലഭിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. അത്രയും എന്താ പറയാ പുണ്യം ചെയ്ത ഒരു ജീവനാണ്. അപ്പൊ നമ്മുടെയൊക്കെ ഉള്ളില് ഇതൊക്കെ ഉണ്ട്, പക്ഷെ ഇത് നമ്മൾ തിരിച്ചറിയുന്നില്ല. അത് മനസ്സിലാക്കി തരുന്നതാണ് നമ്മുടെ ഗുരുവിന്റെ ധർമ്മം. അത് നമ്മുടെ ഗുരു കറക്റ്റായിട്ട് എല്ലാ സത്സംഗത്തിലും ആചാര്യമൊഴി നമുക്ക് വൃത്തിയായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അത് നമ്മൾ കേൾക്കാറും ഉണ്ട്. അപ്പൊ നമ്മള് ഈ ബ്രഹ്മത്തെ അങ്ങനെ നമ്മളത് കേട്ട് നമ്മൾ ഈ സംസാരമാകുന്നതിൽ ഇങ്ങനെ ഉഴന്ന് കിടക്കുകയാണ്. അപ്പൊ നമുക്കത് പെട്ടെന്നൊന്നും അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മളത് കേട്ട് നമ്മുടെ ഇപ്പൊ ഈ സപ്താഹം നടക്കുമ്പോൾ നമ്മുടെ ചെവിയിലും രാത്രി പകലും ഒക്കെ ഇത് തന്നെയാണ്. ഈ സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനേ ഉള്ളൂ. അപ്പൊ ആ ഒരു ഇതിലേക്ക് നമ്മൾ എത്തണം. അപ്പൊ അങ്ങനെ എത്തുമ്പോ നമുക്ക് ആ ബ്രഹ്മത്തെ പ്രാപിക്കാനുള്ള യോഗ്യത നമ്മൾ നേടും. ഒന്ന് ഉറപ്പായിട്ടും നമുക്ക് കാണിച്ചു തരുന്നു. അതിലൂടെ നമുക്ക് മുക്തി കിട്ടും ചെയ്യും. അപ്പൊ നമ്മൾ ഈ അധ്യായത്തില് നമ്മുടെ ഭഗവാൻ മനുഷ്യനാട്യം അവസാനിപ്പിച്ച് തൻ്റെ സ്വധാമത്തിലേക്ക് തിരിച്ച് എഴുന്നള്ളുവാൻ പോകുന്ന ഒരു രംഗാണ്. അപ്പൊ അതിനുള്ള ഒരുക്കങ്ങളാണ് നമ്മൾ ഈ അധ്യായത്തിൽ തുടങ്ങുന്നുള്ളൂ. അതാണ് കാണിക്കുന്നത്. അതിൽ ആദ്യം തന്നെ
പിന്നെ ബ്രഹ്മാവിന്റെ നേതൃത്വത്തില് രുദ്രനടക്കമുള്ള ദേവന്മാര് ഭഗവാനെ കാണാനായിട്ട് വരുന്നു. അവിടെ വെച്ച് ഭഗവാനെ സ്തുതിക്കുകയാണ്. ഈ ദേവസ്തുതി ശരിക്ക് വളരെ വിശേഷപ്പെട്ട ഒന്നാണ്. ഭഗവാനെ കാണാനുള്ള ആഗ്രഹത്തോടു കൂടിയാണ് നമ്മുടെ ദേവന്മാര് ഇവിടെ ഈ ബ്രഹ്മാവിന്റെ കൂടെ എഴുന്നള്ളിയിട്ടുള്ളത്. അപ്പൊ അവർക്ക് ശരിക്കും ഈ ഭഗവാന്റെ രൂപം കണ്ടിട്ടും അവർക്ക് മതിയായിട്ടില്ല. അപ്പൊ അവര് വീണ്ടും വീണ്ടും കാണുന്നു. എന്നിട്ട് അവര് സ്വർഗത്തുനിന്ന് കൊണ്ടുവന്ന പൂക്കളൊക്കെ നന്ദനവനത്തിൽ നിന്നുള്ള നന്ദനോദ്യാനത്തിൽ നിന്ന് കൊണ്ടുവന്ന പൂക്കളൊക്കെ ഭഗവാനെ ഇട്ടിട്ട് ശരിക്കും അതുകൊണ്ട് മൂടുകയാണോ, വനമാല കെട്ടിയിട്ട് അണിയിക്കുകയാണോ, ഏതായാലും അതൊക്കെ ചെയ്തു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഭഗവാനെ സ്തുതിക്കാൻ ആരംഭിക്കണത്. അപ്പൊ ഈ സ്തുതി ശരിക്കും ഒരു വിശേഷപ്പെട്ടതെന്ന് പറയുന്നത് എന്താ വെച്ചാൽ ഒരു ശൃംഖലാബദ്ധം എന്നാണ് ഈ സ്തോത്രം ശരിക്കും പറയപ്പെടുന്നത്. അപ്പൊ അതെന്താണെന്ന് നോക്കാം. അപ്പൊ അതെന്താ വെച്ചാൽ ഈ അധ്യായത്തില് 7 മുതൽ 19 വരെയാണ് ഈ ശ്ലോകങ്ങൾ. അപ്പൊ ഈ ശ്ലോകങ്ങൾ നമ്മൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം എന്താണ് ഓരോ ശ്ലോകവും തുടങ്ങുമ്പോൾ അവസാനിക്കുന്ന വാക്ക് ഏതാണോ അല്ലെങ്കിൽ അവസാനിക്കുന്ന അക്ഷരം ഏതാണോ അതിൽ നിന്നാണ് അടുത്ത ശ്ലോകം ആരംഭിക്കുക. അപ്പൊ അതാണ് ഈ ദേവന്മാരുടെ സ്തുതിക്ക് ശൃംഖലാബദ്ധം ആണ് അല്ലെങ്കിൽ ഉണ്ട് എന്ന് പറയുന്നത്. ശ്രീ ശുഗൻ, ബ്രഹ്മാവ് മുതലായവരൊക്കെ ദേവന്മാര് ഭഗവാനെ സ്തുതിച്ചിട്ട് ഭഗവാനോട് പറയണത് എന്താണ്? ഇതാണ് പറയണത്, സ്വധാമത്തെ പ്രാപിക്കണം എന്ന് അപേക്ഷിച്ചു. എന്നിട്ട് ആദ്യത്തെ ശ്ലോകം മാത്രമേ കാര്യമായിട്ട് ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ. നതാസ്മതേ നാഥപദാരവിന്ദം ബുദ്ധീന്ദ്രിയ പ്രാണമനോവചോഭി യച്ഛിന്യതയന്തർഹൃദി ഭാവയുക്തൈർ മുമുക്ഷുഭിഃ കർമ്മമയോരുപാശാത്. അല്ലയോ ഭഗവാനെ, അവിടുത്തെ പാതാരവിന്ദങ്ങളെ ദേവന്മാരെ ഞങ്ങള് മനസ്സും ബുദ്ധിയും ഇന്ദ്രിയങ്ങളും പ്രാണനും വാക്കും എന്നിങ്ങനെ എല്ലാം കൊണ്ട് സർവാത്മനാ നമസ്കരിക്കുന്നു. സംസാര സാഗരത്തിൽ നിന്നും രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നവര് ഭക്തിയോടുകൂടി ഭഗവാന്റെ പാദകമലം എപ്പോഴും ധ്യാനിച്ചുകൊണ്ടേ ഇരിക്കുന്നവരല്ലേ. അപ്പൊ ഈ പാദകമലങ്ങൾ ദേവന്മാർ ഭഗവാനെ സാഷ്ടാംഗം നമസ്കരിച്ചു. ഈ നമുക്കൊരു സ്വാമി ഭക്തിയെ അല്ലെങ്കിൽ നമുക്കൊരു എന്താ പറയാ ഈ ഒരു സത്സംഗത്തിൽ അങ്ങനത്തെ ഇതിലൊക്കെ പോകുമ്പോൾ നമുക്ക് അവിടെയുള്ള ഒരു ഇത് നമുക്ക് ലഭിക്കുക എപ്പോഴാന്ന് വെച്ചാൽ ആ ഒരു നമസ്കാരത്തിലൂടെയാണ്. ആ നമസ്കരിച്ചു കഴിയുമ്പോൾ നമുക്കൊരു പിന്നെ അതല്ലാണ്ട് വേറെ ഒന്നും അവിടെ ചെയ്യാനില്ല എന്നുള്ളതാണ്. അപ്പൊ അവിടെ നിന്ന് നമസ്കരിച്ചു ദേവന്മാര്. എന്നിട്ട് ഭഗവാനെ പറ്റിയിട്ട് പറയുന്നു, ഭഗവാൻ സത്വം, രജസ്, തമസ് 3 ഗുണങ്ങളും സ്ഥിതി ചെയ്തുകൊണ്ട് ആത്മാവായ തന്നിൽ തന്നെ സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിക്കുകയാണ് ചെയ്യുന്നത്. യാതൊന്നും തന്നെ അങ്ങേ ബാധിക്കണില്ല. അത് അങ്ങ് ദോഷരഹിതനായതുകൊണ്ടാണ് ബാധിക്കാത്തത്. പിന്നെ അങ്ങ് ആത്മാരാമനാണ്. ആ ആത്മാരാമനായിട്ട് ജീവന്മാരായവർക്ക് സ്വപ്നത്തെ ജാഗ്രത സ്വപ്ന സുഷുപ്തിയില് സ്വരൂപാനന്ദം കിട്ടുന്നുണ്ടെങ്കിൽ ആ സ്വരൂപാനന്ദത്തിലാണ് നമ്മൾ ശരിക്ക് സുഷുപ്തിയില്. പക്ഷെ ഇത് നമുക്ക് ജീവന്മാരായവർക്ക് നമ്മുടെ അജ്ഞതയും കൊണ്ട് നമുക്കത് മറക്കപ്പെടുകയാണ് ചെയ്യണത്. പക്ഷെ യോഗികൾ അങ്ങനെയല്ല. അവര് സദാസമയവും ഭജിക്കുന്നവരാണ്. മായയെ അതിജീവിച്ച് എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തനായി പരമപദം അവർക്ക് ഭവിക്കുന്നു. വിഷയസുഖങ്ങളിലാണ് നമ്മളൊക്കെ എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള മനുഷ്യർക്ക് വിദ്യ കൊണ്ടാണെങ്കിലും അധ്യയനം കൊണ്ടാണെങ്കിലും വേദാർത്ഥങ്ങൾ കേൾക്കുകയാണെങ്കിലും ദാനം കൊണ്ടാണെങ്കിലും തപസ് കൊണ്ടാണെങ്കിലും യാഗം കൊണ്ടാണെങ്കിലും അന്ധകരണ ശുദ്ധി ലഭിക്കില്ല. അങ്ങനെ അന്ധകരണ ശുദ്ധി ലഭിക്കണമെങ്കിൽ നമ്മൾ അതിൽ പരിപൂർണമായിട്ട് നമ്മളതിൽ ലയിക്കുക തന്നെ വേണം എന്നാണ്. ആത്മാരാമനായിരുന്ന പിന്നെ ഈ ആത്മാരാമനായിരിക്കണ ഭഗവാൻ എന്തിനാണ് ഈ കർമ്മമൊക്കെ ചെയ്തത്? അത് നമുക്ക് ചോദിക്കാലോ. അപ്പൊ ആ കർമ്മമൊക്കെ ഭഗവാൻ എന്തിനാ ചെയ്ത? നമ്മളെ പോലെയുള്ള ജനങ്ങളുടെ സംസാര ദുഃഖം തീർത്ത് അവരെ ഉദ്ധരിക്കാൻ വേണ്ടിയാണ്. ഉദ്ധരിച്ചു കൊണ്ടുവരണം.
അപ്പൊ ആ ഉദ്ധരിച്ചു കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഗീതയിൽ പറയുന്നുണ്ട് നമ്മൾ തന്നെത്താനെ വേണം ഉദ്ധരിക്കാന്ന്. അത് എല്ലാവർക്കും അറിയാവുന്ന ശ്ലോകമാണ്, അത് ഞാൻ വീണ്ടും ആവർത്തിക്കണില്ല. നമ്മൾ തന്നെ നമ്മള് സ്വയം നിങ്ങൾ തന്നെ ഉദ്ധരിക്കൂ, തളർന്നു പോവരുത്. അർജുനോട് പറയണത് എന്തെന്നാലും നമ്മളെ തന്നെ നമ്മൾ തന്നെയാണ് നമ്മുടെ സുഹൃത്തും അതേപോലെ തന്നെ ശത്രുവും നമ്മൾ തന്നെയാണെന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ തന്നെത്താനെ നമ്മൾ എങ്ങനെയാണെന്ന് അറിഞ്ഞ് അതിനനുസരിച്ച് ഉദ്ധരിച്ചു കൊണ്ടുവരണം. പിന്നെ പരമപുരുഷാർത്ഥം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ഇതൊക്കെ പറഞ്ഞിട്ട് ഇവര് പ്രാർത്ഥിക്കണത് തന്നെയാണ്, ദേവന്മാർ സ്തുതിക്കണത് ഇതൊക്കെ ഭഗവാന്റെ ഓരോരോ ഇത് പറഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പൊ എല്ലാവരും അങ്ങയെ സർവദാ പൂജിക്കുന്നു. എന്നിട്ട് ദേവന്മാർ ഭഗവാനോട് അപേക്ഷിക്കുകയാണ്. ഈ അവർക്കും ഇതൊക്കെ ഉണ്ട്, എന്താ വെച്ചാൽ രാഗദ്വേഷാദി ഇതൊക്കെ അവർക്കൊക്കെ ധാരാളം ഉണ്ട്. അതുകൊണ്ടല്ല, അതൊക്കെ നമുക്ക് ധാരാളം കേട്ടിട്ടുമുണ്ട്, ദുർവാസാവിന്റെ നിന്ന് കിട്ടിയതും അത് കഴിഞ്ഞിട്ടുള്ള ഒക്കെ. ഭഗവാൻ പക്ഷെ ഈ ദേവന്മാരുടെ ഒപ്പം നിൽക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് വീണ്ടും ഭഗവാനോട് തന്നെ പറയുകയാണ്, ഞങ്ങളുടെ രാഗാദി ദോഷങ്ങളും അല്ലെങ്കിൽ മലങ്ങളൊക്കെ നശിപ്പിച്ച് അന്ധകരണം ഞങ്ങൾക്ക് ശുദ്ധിയാക്കി തരാനായിട്ട് പ്രാർത്ഥിക്കണം. പിന്നെ ഇതിലെ ശ്ലോകം 11-12 പറയണു, അവരുടെ വിഷയ വാസനകളൊക്കെ സംഹരിക്കാനുള്ള അഗ്നിയായിട്ട് ഭഗവാൻ ഭവിക്കണേ എന്ന് പറയുന്നു. അപ്പൊ ഈ ഭഗവാന്റെ അമൃത സമാനമായ വാക്കുകളാണ് ഓരോന്ന്. അപ്പൊ ആ വാക്കുകൾ ഭഗവാന്റെ ലീലാമൃതമായും ഭഗവാന്റെ പാദങ്ങൾ കഴുകിയ ജലം ചരണാമൃതമായും ഈ ലോകത്തിനെ തന്നെ ശുദ്ധിപ്പെടുത്തുന്നു. ഭഗവാന് ഇഷ്ടപ്പെടുന്ന ഭക്തന്മാര് ഏത് ചെറിയൊരു അതേപോലെ ഇതൊക്കെ പറയുന്നുണ്ട്, 3 അടി കൊണ്ട് ഭഗവാൻ അങ്ങനെ അളന്നിട്ട് ഈ ലോകം മുഴുക്ക അങ്ങനെ അതൊക്കെ പറയുന്നുണ്ട്. ഇതില് കുറെ അങ്ങനെ പോണു സ്തുതികള് 29 വരെ അങ്ങനെയുണ്ട്. അപ്പൊ ആ സ്തുതിയിൽ അന്തരാർത്ഥം ഇത്രയേ ഉള്ളൂ, എല്ലാവരും ഇത് തന്നെയാണ് മുക്തി എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തണത്. അപ്പൊ ഭഗവാന്റെ ഇഷ്ടപ്പെടുന്ന ഭക്തന്മാര് ചെയ്യണതാണ്. ചെറിയ തോതിലാണെങ്കിൽ അവര് എന്തെങ്കിലും ഒന്ന് കൊടുത്താൽ തന്നെ ഭഗവാൻ അത് നന്നായിട്ട് സ്വീകരിക്കും. അപ്പൊ എന്താണെങ്കിലും അത് സന്തോഷമായിട്ട് സ്വീകരിക്കും. അപ്പൊ സ്വീകരിക്കണതിന് നമുക്ക് വളരെയധികം അതിന് ഉപമകളുണ്ട്. ശബരിയുടെ, അതേപോലെ കളഭം കൊടുക്കണ പിന്നെ കുബ്ജയുടെ, പിന്നെ എന്താ കുചേലന്റെ പിന്നെ പറയുന്ന അവരുടെ ഭക്തിയും എല്ലാം നമുക്കറിയില്ല. ഇതിപ്പോ നമ്മൾ വായിച്ചു, സുധാമാവിന്റെ ചരിതം വായിച്ചു. ഭഗവാൻ ആ കുചേലന്റെ അവിൽപ്പൊതി എങ്ങനെ സ്വീകരിച്ചതെന്ന് നമുക്കൊക്കെ അറിയാം. അപ്പൊ ആ ഇതിനെ പറ്റിയിട്ട് ശരിക്കും കുചേലവൃത്തം തന്നെയാണ് ഒരു കീർത്തനമായിട്ട് തന്നെ ഉണ്ട്. പക്ഷെ ആ കീർത്തനമൊക്കെ പണ്ട് എൻ്റെ അമ്മ ധാരാളം കീർത്തനങ്ങൾ എൻ്റെ അമ്മ ചൊല്ലുമായിരുന്നു. അപ്പൊ അതൊക്കെ ചൊല്ലുമ്പോ ഞാൻ എൻ്റെ ചെറുപ്പത്തില് അങ്ങനെ നമ്മുടെ ഒപ്പം ഇങ്ങനെ കീർത്തനം ചൊല്ലി നടക്കുന്ന ആളാണ്. അപ്പൊ അമ്മ ഈ കീർത്തനം കുചേലവൃത്തം ചൊല്ലുമ്പോ ഞാൻ പറയും, ഇത്രയും നീളമുള്ളത് ഇത്രയും എന്തോ 1000 അത് 2-3 പേജ് ഉണ്ട്, അത് മുഴുക്ക പഠിച്ചിട്ട് അത് നീ ദിവസേന ചൊല്ലണം എന്നൊക്കെ പറയും. അത് അത്രയും നല്ലതാണ്, നമ്മുടെ ദുരിതങ്ങൾ തീർക്കും, എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവും, മുക്തി വരെ ലഭിക്കും എന്ന് പറഞ്ഞിട്ടാണ് ആ കീർത്തനം അവസാനിപ്പിക്കുന്നത്. അപ്പൊ തുടക്കം അതെ, അവസാനം തുടക്കം പ്രാർത്ഥനയോടുകൂടി, പിന്നെ അവസാനം അതിൽ നിന്ന് കിട്ടുന്ന ഫലശ്രുതിയോട് കൂടിയിട്ടാണ് അവസാനിക്കുന്നത്. അപ്പൊ അന്ന് ഈ മുക്തി കിട്ടുന്ന പറഞ്ഞാൽ, അന്നത്തെ കാലത്ത് മുക്തി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പൊ അന്ന് ഈ ഒരു 6ാം ക്ലാസ് 7ാം ക്ലാസ് പഠിക്കുമ്പോൾ നമുക്ക് ഈ മുക്തി എന്ന് പറഞ്ഞാൽ അതങ്ങനെ കിട്ടുമോ, ശരി നല്ലതാണല്ലോ. അന്നൊക്കെ എന്താ വെച്ചാൽ നമ്മളെ അച്ഛനമ്മമാര് പറയണത് കേൾക്കാനേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. അതല്ലാണ്ട് അവരത് എന്തുകൊണ്ടാ പറഞ്ഞത്, ഇങ്ങനെയൊക്കെ ഉണ്ടോ, ഇതൊക്കെ സത്യം തന്നെയാണോ, അവർക്ക് സയന്റിഫിക്കലായിട്ട് വേണം, അല്ലാണ്ട് വേണമൊക്കെ വേണം. പക്ഷെ അതൊന്നും ഇപ്പോഴത്തെ കാലത്ത് കുട്ടികളോട് അത് പറയണം, അവരെന്നെ സ്വീകരിച്ച് അവരെന്നെ എടുത്തോളൂ. അപ്പൊ അതിന്റെ ലാസ്റ്റ് പറയണ ആ ഒരു ലൈൻ മാത്രം ഞാൻ പാടുകയാണേ. സന്തതം ധനധാന്യ സന്തതി ബന്ധുദാര സമാഗമം സരസമിക സുഖമുപരി പരിചൊടു മുക്തിയും ബഹുമംഗലം. അങ്ങനെ ആവുമ്പോ ആ മുക്തി വരെ കിട്ടും. അപ്പൊ ഇപ്പൊ എനിക്ക് ഏകദേശം മനസ്സിലായി തുടങ്ങി മുക്തി എന്താണ്, അല്ലെങ്കിൽ മുക്തിക്ക് നമുക്ക് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. അപ്പൊ ഏതായാലും ദേവന്മാര് അങ്ങനെ പരമേശ്വരനോട് കൂടിയിട്ടുണ്ട്, രുദ്രനും ഉണ്ട്, ബ്രഹ്മാവോട് കൂടിയിട്ട് ഇനി 19 ശ്ലോകങ്ങളിലായിട്ട് ഭഗവാനെ ഈ ശൃംഖലാബദ്ധ പദവിന്യാസങ്ങള്
അർത്ഥപുഷ്ടിയായിട്ടുള്ള വാക്കുകൾ കൊണ്ട്, പിന്നെ ഭഗവാന്റെ അപ്രമേയങ്ങളും പരമദിവ്യങ്ങളുമായ മഹിമകൾ ഉൾക്കൊണ്ട് ദിവ്യ സ്തോത്രങ്ങളോടെ സ്തുതിച്ചു എന്ന് പറയണം. അപ്പൊ അതില് ഭഗവാൻ വളരെയധികം സന്തുഷ്ടനായി, സന്തോഷമായി. എന്നിട്ട് ബ്രഹ്മാവ് ഭഗവാനോട് പിന്നെയും പറഞ്ഞു, ഞങ്ങള് പണ്ട് ഇങ്ങനെ ചോദിച്ചപ്പോ അങ്ങ് ഭൂഭാരമൊക്കെ തീർത്ത് തരാം, അതൊക്കെ തീർത്ത് തന്നു കഴിഞ്ഞു. ഭൂമിയിൽ മനുഷ്യനായി പിറന്ന ഭൂഭാരമൊക്കെ തീർത്ത് തന്ന് ഈ ധർമ്മത്തെ രക്ഷിച്ചു കഴിഞ്ഞില്ലേ? ഭാഗവത ധർമ്മം തന്നെയാണ് ഗീതയിലെന്ന് പറഞ്ഞ അതിലൊക്കെ പറയേണ്ടത്, ഞാൻ യുഗങ്ങളിൽ ഞാൻ അവതരിക്കും എന്തെവിടെ ഇതുണ്ടായാലും. അപ്പൊ ഇപ്പൊ നമുക്ക് ഈ കലിയുഗത്തിൽ എന്താ ചെയ്യാ? കലിയുഗത്തില് കലൗ സങ്കീർത്ത കേശവം, അത് മാത്രമേ കലിയുഗത്തില് നമുക്ക് ജനന മരണ ദുഃഖങ്ങൾ ശ്രീകൃഷ്ണ ശ്രവണ കീർത്തനാദികളിൽ തന്നെ നമുക്ക് മുക്തി സിദ്ധിക്കും. പണ്ട് യോഗികളൊക്കെ വളരെയധികം പ്രയാസപ്പെട്ടിട്ടുണ്ട്. അവരുടെ ആ യോഗ വ്യാസത്തിലൂടെയും അതൊക്കെ കൂടി കൊണ്ടാണ് ഇത് കിട്ടുന്നത്. അപ്പൊ ഇപ്പൊ അത്രയും കൂടി വിഷമമില്ല. ഭഗവാൻ നമ്മളുടെ അടുത്തേക്ക് ഇറങ്ങി വന്നിരിക്കുകയാണ്. എന്നിട്ടും നമുക്കത് പലതും മനസ്സിലാകാതെ പോണു എന്നുള്ളതാണ് നമുക്ക് തോന്നുന്നത്. അപ്പോ ഈ പിന്നെ ശ്രീകൃഷ്ണാവതാരം പൂർണ്ണാവതാരാണ്. ഭൂഭാരം തീർത്തിട്ട് അതിന്റെ കൂടെ തന്നെ എത്ര പേർക്കാണ് മോക്ഷം നൽകിയത്. ഈ പിന്നെ നമുക്ക് ഇപ്പൊ ചെയ്തു തന്നിട്ടുണ്ട് എന്ന് പറയുന്നു. കലിയുഗത്തില് നമുക്ക് ഒരു ഭാഗവത ഗ്രന്ഥം നമുക്ക് എല്ലാവർക്കും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് പ്രത്യക്ഷ കൃഷ്ണൻ തന്നെയാണെന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പ്രത്യക്ഷ കൃഷ്ണൻ തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ തന്നില്ലേ, അതൊക്കെ കൊടുത്തില്ലേ ഇപ്പോഴത്തെ കലിയുഗത്തിലേക്ക് എന്നൊക്കെ ഉള്ളതാണ് പിന്നത്തെ. എന്നിട്ട് ശ്രീ ശിവമഹർഷി പറയുകയാണ്, ഈ സ്തുതിക്കുകയും നമസ്കരിക്കുകയും ഒക്കെ ചെയ്ത ശേഷം ബ്രഹ്മാവ് ദേവന്മാർക്കൊപ്പം തിരിക്കാൻ തുടങ്ങിയപ്പോ പിന്നെ ഒന്നും കൂടി ബ്രഹ്മാവ് മാത്രമായിട്ട് പറയുകയാണ്, അങ്ങ് ഭൂമിയിൽ അവതരിച്ചിട്ട് ശരിക്കും മനുഷ്യായുസ് 120 ഉള്ളൂ. അപ്പൊ 125 വർഷമായി. അപ്പൊ അങ്ങക്ക് അറിയാത്തതായിട്ട് ഒന്നുമില്ല. എങ്കിലും ഇത് ഞങ്ങളുടെയൊക്കെ ഒരു ധർമ്മമാണ് വെച്ചിട്ട് ബ്രഹ്മാവ് പറയുകയാണ്. അതുകൊണ്ടാണ് ഞാനിത് പറയണത്. പിന്നെ യദുകുലം നശിക്കാൻ പോകുന്നറിയാം, ബ്രാഹ്മണ ശാപം കൊണ്ട്. ആ ബ്രാഹ്മണ ശാപം നമുക്കറിയാം. അപ്പൊ വൈകുണ്ഠം എന്ന അങ്ങയുടെ സ്വസ്ഥാനത്തേക്ക് എത്രയും വേഗം വരണമെന്നും ഞങ്ങളുടെ പൂജ സ്വീകരിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണം എന്നും പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ ശ്ലോകം എന്താ വെച്ചാ, തതസ്വധാമ പരമം വിശ്വസ്വ യതി മന്യസേ സലോകാൻ ലോകപാലാന്ന പാഹി വൈകുണ്ഠ കിങ്കരാൻ. ഹേ വൈകുണ്ഠ, എന്നിട്ട് പ്രാർത്ഥിക്കണം. എന്നിട്ട് അവിടുന്ന് ഞങ്ങൾ ഈ പറഞ്ഞതൊക്കെ വിചാരിക്കുന്നുവെങ്കിൽ, ഇപ്രകാരം തന്നെ വിചാരിക്കുകയാണെങ്കിൽ എത്രയും വേഗം ഈ അങ്ങയുടെ സ്വധാമത്തെ പ്രാപിക്കണം എന്നിട്ട് പറയാണ്. അപ്പോ ഈ ഒരു ശ്ലോകത്തില് 21ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, ഭഗവാന്റെ സംബോധന ചെയ്യുന്നുണ്ട്. എങ്ങനെയെന്ന് വെച്ചാല് പ്രഭോ അശേഷാത്മൻ എന്നൊക്കെയാണ് പറയണത്. അതാണ് ആശ്രിതന്മാരുടെ പ്രാർത്ഥന സഫലമാക്കി തീർക്കുന്നതാണ് പ്രഭുവിന്റെ ധർമ്മം. അതേപോലെ പരസ്പരം ഒരേപോലത്തെ ആൾക്കാർ തമ്മിൽ ഉപദ്രവിക്കുകയാണെങ്കിൽ സമസ്ത ജീവരൂപനായ അവരെ ഉപദ്രവം തീർക്കുന്നതും ന്യായം തന്നെയാണ്. അപ്പൊ ഇത് രണ്ടും ഉള്ളതിനാണ് അങ്ങനെ ഒരു സംബോധന അശേഷാത്മൻ എന്ന് പറയുന്നു. അതിശ്രേഷ്ഠമായ രൂപം സ്വീകരിച്ചിട്ടുണ്ട്. കൃഷ്ണന്റെ ഇതാന്ന് പറഞ്ഞ ബാക്കിയുള്ളതൊക്കെ എങ്ങനെയൊക്കെ ആയിരുന്നു നമുക്കറിയാം. ലോകത്തിന്റെ നന്മയ്ക്ക് ഉപകരിക്കുന്നതായിട്ടുള്ള കർമ്മങ്ങളും ചെയ്തു. അപ്പൊ ഇതൊക്കെ കേട്ടപ്പോ ഇതൊക്കെ ഭഗവാൻ കേട്ടു. എന്നിട്ട് ഭഗവാൻ തിരിച്ച് പറയുകയാണ്, ബ്രഹ്മാവിനോട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണ്, ഭൂഭാരമൊക്കെ തീർത്തു കഴിഞ്ഞു. എന്നാലും സ്വധാമത്തിലേക്ക് പോവാൻ കുറച്ച് കൂടി കാര്യങ്ങൾ ഇവിടെ ചെയ്യേണ്ടതുണ്ട്. എന്താന്ന് വെച്ചാല് യാദവന്മാരൊക്കെ ഭയങ്കര ശൗര്യവും വീര്യവും സമ്പത്തും ഗർഭിഷ്ഠരും ഒക്കെയാണ്, അങ്ങനെയുള്ളവരാണ്. അപ്പോ ഈ യാദവ കുലത്തെ സംഹരിക്കാതെ പറ്റില്ല. അപ്പൊ അവരെന്താ വെച്ചാൽ അല്ലെങ്കിൽ സംഹരിച്ചില്ലെങ്കിൽ ചിലപ്പോ ഈ ലോകം തന്നെ അവസാനിപ്പിക്കുമല്ലോ. അപ്പൊ അതുകൊണ്ട് ബ്രാഹ്മണ ശാപം മൂലം ഈ കുലത്തിന്റെ നാശം ആരംഭിച്ചിട്ടുണ്ട്. അപ്പൊ ഈ കുലത്തെ നശിപ്പിച്ചിട്ട് ഞാൻ വൈകുണ്ഠത്തിലേക്ക് മടങ്ങിക്കോളാം. ആ മടങ്ങുമ്പോൾ അവിടെ വരും ചെയ്യാം, അവിടുത്തെ പൂജ സ്വീകരിക്കുകയും ചെയ്തോളാം എന്ന് പറയുന്നു. എന്റെ ഭഗവാന്റെ ഈ സന്തോഷകരായ വാക്കുകളൊക്കെ കേട്ടിട്ട് ബ്രഹ്മാവ് ഭഗവാനെ വീണ്ടും നമസ്കരിച്ച് ദേവന്മാരോടുകൂടി സത്യലോകത്തെ പ്രാപിച്ചു. പിന്നീടുള്ളത് എന്താന്ന് വെച്ചാല് ഈ
ഉദ്ധവനോടുള്ളതാണ്. പിന്നെ ദേവന്മാർ യാത്ര ആയിട്ട് ഉടനെ ഭഗവാൻ യാദവന്മാര് ബഹളം, അവർക്ക് എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഉണ്ടാവും. അപ്പൊ അവരിങ്ങനെ അങ്ങനെ ബഹളം വെച്ചുകൊണ്ടിരിക്കുന്ന സഭയിലേക്ക് ചെന്നിട്ട് പറഞ്ഞു, അവരോട് ഭഗവാൻ പറയാണ്, നിങ്ങൾ ഈ ദ്വാരക വിട്ട് പ്രഭാസ തീർത്ഥത്തിലേക്ക് എത്രയും പെട്ടെന്ന് പോണം. പിന്നെ നമ്മുടെ സ്ത്രീകളും കുട്ടികളും ശംഖോദ്വാരം എന്ന തീർത്ഥത്തിലേക്കും പോണം. അപ്പൊ അത് യാദവന്മാര് അത് വേഗം തന്നെ ചെയ്യണം എന്നുള്ളത് എത്ര സ്നാത്വ ദേവന്മാര് ദേവാംശം, അത് എന്തുകൊണ്ടാണ് ഭഗവാൻ അങ്ങനെ പറഞ്ഞെന്നുണ്ടെങ്കിൽ യാദവന്മാര് ദേവാംശന്മാരെന്നെയാണ്. അപ്പൊ അവർക്കെല്ലാം സ്വന്തം അധികാര സ്ഥലത്തേക്ക് തിരിച്ചു പോണം. അപ്പോള് അവർക്ക് ഇവിടെ ഈ ദ്വാരകയിൽ നിന്നാല് എല്ലാവർക്കും മോക്ഷം കിട്ടും. അപ്പൊ അവർക്ക് സദ്യോന്മോക്ഷം പാടില്ല. അപ്പൊ അത് ഭഗവാൻ അറിയാം. അതുകൊണ്ടാണ് നിങ്ങൾ എല്ലാവരും ഒട്ടും വൈകാതെ പുണ്യപ്രദമായ പ്രഭാസത്തിലേക്ക് പോവാൻ പറയുന്നു. ഇത് പ്രഭാസ തീർത്ഥത്തിന് ഒരു പ്രാധാന്യം കൂടി ഉണ്ടെന്ന് ഈ ശ്ലോകത്തിൽ പറയുന്നു. 36-ാമത്തെ ശ്ലോകത്തില് ദക്ഷന്റെ ശാപം മൂലം ക്ഷയരോഗം ബാധിച്ച ചന്ദ്രൻ പിന്നെ ഈ തീർത്ഥത്തിൽ സ്നാനം ചെയ്തിട്ട് ദക്ഷ ശാപത്തിൽ നിന്ന് മുക്തി നേടി സ്വന്തം കലയെ പുഷ്ടിപ്പെടാൻ പ്രാപിച്ചു. അങ്ങനെ അത് ആ ശാപമോക്ഷം അങ്ങനെ കിട്ടി. അപ്പൊ ആ ബ്രാഹ്മണ ശാപം മോക്ഷം കിട്ടാൻ നമ്മളും ആ തീർത്ഥത്തിൽ സ്നാനം ചെയ്തിട്ട് പിതൃക്കളെയും ദേവന്മാരെയും സന്തോഷിപ്പിക്കണം. പിന്നെ അതിയോഗ്യരായ ബ്രാഹ്മണരുടെ സന്തോഷിപ്പിക്കണം എന്ന് പറയുന്നത്. ഈ യോഗ്യരായിട്ടുള്ളവർക്ക് വേണത്ര. എന്ന് വെച്ചാൽ നമ്മൾ പറയില്ല, എന്താണ് പാത്രം അറിഞ്ഞ് ദാനം ചെയ്യണം എന്ന് പറയും. അപ്പൊ അതുപോലെ നമ്മൾ ആ പാത്രം അറിഞ്ഞിട്ട് വേണത്ര യോഗ്യരായിട്ടുള്ള ബ്രാഹ്മണർക്ക് വേണം ഈ ദാനം ചെയ്യാനും അന്നദാനം കൊടുക്കാനും ഒക്കെ. അപ്പൊ അതൊക്കെ ശ്രദ്ധയോടെ ചെയ്യും വേണം. അപ്പൊ അത് 39-ാമത്തെ ശ്ലോകത്തിൽ പറയും. തേഷു ദാനാനി പാത്രേഷു ശ്രദ്ധയോക്താ മഹാന്തി വൈ വ്രജിനാനി തരിഷ്യാമോ ദാനൈർനൗഭിരിവാർണവം. ഈ ശ്ലോകത്തില് ഉക്ത്വ എന്ന് ഒരു വാക്കുണ്ട്. ആ വാക്ക് ഇതിവിടെ ഉപയോഗിക്കാൻ ഈ യോഗ്യന്മാരുടെ ഒരു ഇത് പറയാണ്. നല്ല സ്ഥലത്ത് നല്ല വിത്ത് കുഴിച്ചിട്ടാലേ ആ നല്ലോണം വിളവ് നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ അതുപോലെയാണ് യോഗ്യന്മാർക്ക് നമ്മൾ കൊടുത്താല് അതിന്റെ സദ്ഫലം നന്നായിട്ട് നമുക്ക് സിദ്ധിക്കും. അങ്ങനെ നമുക്ക് ഈ നമ്മൾ കപ്പൽ ഉപയോഗിച്ചിട്ട് സമുദ്രമൊക്കെ നീങ്ങി അപ്പുറത്തേക്ക് എത്തുന്ന പോലെ, അല്ലെങ്കിൽ അതിനെ തരണം ചെയ്യണ പോലെ നമുക്കുണ്ടാകുന്ന പാപങ്ങളെ നമുക്ക് അതിജീവിക്കാൻ കഴിയും. ഇങ്ങനെയൊക്കെ ഭഗവാനിൽ നിന്ന് നിർദ്ദേശം കിട്ടിയ യാദവര് പ്രഭാസ തീർത്ഥത്തിലേക്ക് പോകാൻ തയ്യാറായി അവർ യാത്രയായിക്കൊണ്ടിരിക്കുന്നു. ഈ ദ്വാരകയിലാണെങ്കിൽ ഭയങ്കര ആപത്ത് സൂചനകള്, ഘോരമായ ദുർനിമിത്തങ്ങള് അങ്ങനെയൊക്കെ കാണുന്നു. ഭഗവാന്റെ വാക്കുകൾ ഇങ്ങനെയൊക്കെ പറയുന്നതൊക്കെ കേൾക്കണു. അപ്പൊ ഈ ഭഗവാനെ തന്നെ സദാ സേവിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് ഉദ്ധവൻ. അപ്പൊ ഉദ്ധവൻ ഭഗവാനെ കൈകൂപ്പിക്കൊണ്ടിട്ട് നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, എങ്ങനെയാണ് ഞാൻ ഇതൊക്കെ എനിക്ക് മനസ്സിലാവും, ഇതൊക്കെ ഞാൻ കേട്ടു. ഭഗവാൻ അപ്പോ ഇവിടുന്ന് പോവാനുള്ള തയ്യാറെടുപ്പിലാണെന്ന് മനസ്സിലായി. അപ്പൊ ഉദ്ധവന്റെ ഇത് പറയുകയാണെങ്കിൽ ശരിക്കും വളരെ ചെറുപ്പത്തിലെ ഉദ്ധവൻ അത്രയും ഭഗവാനില് ഉൾക്കൊണ്ട ആളാണ് ഭഗവാൻ. അപ്പൊ അമ്മ പറയത്ര, പണ്ട് ഇവിടുന്നോ കേട്ടതാണ്, അമ്മ പറയത്ര ഉദ്ധവനോട് ഭക്ഷണം കഴിക്കൂ, വേഗം കഴിക്കൂ, ഊണ് കഴിക്കാൻ വരൂ, കാപ്പി കുടിക്കുക, അതൊക്കെ പറയുകയാണെങ്കിലും ഉദ്ധവൻ അപ്പൊ പറയും, അതെ കൃഷ്ണന് കൊടുത്തിട്ട് മതി എനിക്ക്, ഞാൻ എന്നിട്ട് വരാം, കൊടുത്തോളൂ ഞാൻ വരാം, എന്നിട്ട് ആ കൃഷ്ണന്റെ കഴിച്ചിട്ട് വേണം ബാക്കി പാവം ഉദ്ധവന് കഴിക്കാൻ, എന്നാലേ ഉദ്ധവന് തൃപ്തിയാവുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ഉദ്ധവൻ ആ പദാരവിന്ദം വിട്ടിട്ട് അരനിമിഷം പോലെ എനിക്ക് ജീവിക്കാൻ ഇവിടെ പറ്റില്ല. പിന്നെ എങ്ങനെയാന്ന് വെച്ചാൽ ഞാൻ ഏത് പ്രവൃത്തി ചെയ്യണതും അങ്ങയോടൊപ്പല്ലേ, കുളിക്കുന്നുണ്ട്, കഴിക്കുന്നുണ്ട്, നടക്കുന്നുണ്ട്, ഇരിക്കുന്നുണ്ട്, ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഭക്ഷണം കഴിക്കണത് എന്താ വെച്ചാൽ ഭഗവാന്റെ പ്രസാദമായിട്ടുള്ള തന്നെയാണ് കഴിക്കണത്. പിന്നെ ഈ ഭഗവാൻ ധരിച്ച വസ്ത്രങ്ങളാണ് ഉപയോഗിക്കുന്നത്, മാല, കളഭം, അതേപോലെ അലങ്കാര വസ്തുക്കള്, ഇതൊക്കെ അദ്ദേഹത്തിന് ദാസ്യഭക്തിയോടെ അതൊക്കെ സ്വീകരിച്ചിട്ട് ഞാനിപ്പോ ഇങ്ങനെ കുറേശ്ശെ മായ ഇങ്ങനെ അതിജീവിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നാ പറയുന്നത്. ഉദ്ധവനെ അത്രേ ശ്രമിക്കുകയാണ് അത്രേ. അപ്പൊ അങ്ങനെയുള്ള ഉദ്ധവന ആ ശ്രമത്തിലേക്ക് എത്തിയിട്ടേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ ഇനി എത്ര ഇത് അറിയില്ല. അപ്പൊ അങ്ങയുടെ ഭക്തന്മാർക്കൊക്കെ
ഒപ്പം ഞാനിങ്ങനെ നടക്കുകയാണ്. എന്താ വെച്ചാൽ ഭഗവാന്റെ മഹിമകൾ അല്ലെങ്കിൽ ഈ ലീലകൾ കീർത്തിച്ചുകൊണ്ട് നടക്കുന്നത് എന്തിനാ? ഈ അജ്ഞാനം അല്ലെങ്കിൽ ഈ അന്ധത അല്ലെങ്കിൽ ഈ അറിവില്ലായ്മ അതിജീവിക്കാൻ ആഗ്രഹിക്കുന്നവനായിട്ടാണ് ഞാനത് ചെയ്യണത്. അതുകൊണ്ട് എനിക്ക് ഒരു നിമിഷം പോലും എന്താണേലും എനിക്ക് ഭഗവാനെ പിരിയാൻ പറ്റില്ല. ഭഗവാൻ എവിടേക്കാ പോണേ? സ്വധാമത്തിലേക്ക് മുമ്പ് എന്നെയും കൂടി കൊണ്ടുപോകണം എന്ന് പറയുന്നു. അപ്പൊ ഇതിൽ പറയണു. എന്നിട്ട് ഇതിൽ ആദ്യത്തെ ഇതിൽ തന്നെ പറയേണ്ട ബന്ധത്തിന് കാരണം നമുക്ക് ശരിക്കും ഈ അജ്ഞാനം തന്നെയാണ്. ഏകാദശ സ്കന്ധം തന്നെ ബ്രഹ്മജ്ഞാനാണെന്ന് സ്പഷ്ടാണ്. പിന്നെ അപ്പൊ ഈ ഇത് കഴിഞ്ഞിട്ട് ഇതിൽ പറയണത് ഉദ്ധവനും പിന്നെ അങ്ങനെ ഉദ്ധവോപദേശമായിട്ടാണ് ഉദ്ധവനും ഭഗവാനും തമ്മിലുള്ള സംവാദമായിട്ടാണ്. അപ്പൊ ഈ അർഹതയുള്ള ഇവര് രണ്ടുപേരും വളരെ യോജിപ്പാണ്. അപ്പൊ ഗുരു ശിഷ്യന്മാര് ചേർന്നിട്ടുള്ളത് ഉപദേശവും അതിന്റെ ശ്രവണവും ആണത്രേ ഫലവത്തായത്. അപ്പൊ ശരിക്കും ഭാഗവത ധർമ്മം എന്ന് ഈ എന്താണെന്നുള്ളത് ആദ്യം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ദേവന്മാരുടെ സ്തുതിയിൽ അത് വർണ്ണിച്ചു. അപ്പൊ ഈ അധ്യായത്തിലെ ദേവന്മാരുടെ സ്തുതിയോടൊപ്പം തന്നെ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു ശ്ലോകമായിട്ട് എനിക്ക് 43 എന്ന് എനിക്ക് തോന്നി. എന്താന്ന് വെച്ചാ ഉദ്ധവൻ പറയണത് എന്നാ നാഹം തവഘ്രികമലം ക്ഷണാർദ്ധമപി കേശവ തെക്തും സമുത്സഹേ നാഥ സ്വധാമനയമാമപി. അപ്പൊ ഇപ്പൊ പറഞ്ഞ ആ തന്നെയാണ് ഭഗവാനോട് അങ്ങനെ പറയുന്നു. അപ്പൊ ഈ ഉദ്ധവന്റെ വാക്കുകൾക്ക് പിന്നെ ശ്രീ ശിവമഹർഷി പരീക്ഷത്തിനോട് പറയുന്നു, ഏവം വിജ്ഞാപിതോ രാജൻ ഭഗവാൻ ദേവകീസുത ഏകാന്തിന പ്രിയം ഭൃത്യും ഉദ്ധവം സമഭാഷത. എന്നിട്ട് ഇപ്പൊ ഭഗവാൻ ഉദ്ധവനോട് പറയുന്നതാണെന്ന് പറഞ്ഞു. അപ്പൊ ഈ ഉദ്ധവൻ എന്ന് പറഞ്ഞാൽ ഭഗവാനെ മാത്രം അല്ലാണ്ട് വേറെ ഒരാളെ ആശ്രയിക്കാതെ ജീവിക്കുന്നതാണ്. തൻ്റെ പ്രിയപ്പെട്ട ഭൃത്യനുമാണ്. അപ്പൊ ആ ഉദ്ധവനോട് മേൽപ്പറഞ്ഞ വാക്കുകൾക്ക് ഭഗവാൻ ഉദ്ധവനോട് പറയുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ അധ്യായം അവസാനിക്കുന്നത്. അപ്പൊ ഇതില് ഇനി തുടർന്നുള്ള ഇതില് ഉദ്ധവോപദേശമാണ് എന്ന് പറഞ്ഞു. അതിന് 4 ഖണ്ഡങ്ങളുണ്ട്. ഗീതകളായിട്ടാണ് ദത്താത്രേയ ഗീത, ഹംസഗീത, ഐളഗീത, ഭിക്ഷുഗീത എന്നിങ്ങനെ 4 ഖണ്ഡങ്ങളാണ്. ഈ പ്രഭാഷണത്തിലൊക്കെ അല്ലെങ്കിൽ നമ്മളിപ്പോ ഇതുവരെ എല്ലാ പ്രഭാഷണത്തിലും ഭഗവാന്റെ ലീലകളാണെങ്കിലും പറഞ്ഞപ്പോഴും അല്ലാത്തപ്പോഴും ഒക്കെ നമ്മൾ ഈ ഭാഗവത ധർമ്മത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ അതിന് 9 പടികളുണ്ട് എന്ന് നമുക്കറിയാം. പ്രഹ്ലാദൻ പറഞ്ഞിട്ട് ശ്രവണം, കീർത്തനം, സ്മരണം, അങ്ങനെ അതിന്റെ അവസാനം ഒരു ആത്മനിവേദനം തന്നെ വരണം. ആ സമർപ്പണം നമുക്ക് വന്നാല് നമുക്ക് ആർക്കും ജീവിതത്തില് അതേപോലെ നമ്മൾ എന്തോ ഒരു കാര്യം ചെയ്യുമ്പോഴും നമ്മൾ ഭഗവാനെ അർപ്പിച്ച് ചെയ്യാം. അത് ചെയ്യുമ്പോൾ എന്ത് പറയണ ഗീതയിൽ തുടക്കം തന്നെ ധ്യാന ശ്ലോകം പറയണത് അത് തന്നെയാണ്. പാർത്ഥോ വത്സസ്തുധീർ ഭോക്താ ദുഗ്ധം ഗീതാമൃതം മഹത് എന്നുവെച്ചാൽ അർജുനോട് ഈ അർജുനനായിട്ട് ഒരു പശുക്കുട്ടിയായിട്ടാ കാണുന്നത്. അപ്പൊ അങ്ങനെ ആ പശുക്കുട്ടിക്ക് അത് കറന്നെടുക്കുന്ന പോലെ നമുക്കൊക്കെ അങ്ങനെയുള്ള ആവശ്യക്കാർക്കൊക്കെ അതിൽ നിന്ന് കറന്നെടുക്കാം എന്ന് പറയുന്നു ഗീതയുടെ ധ്യാന ശ്ലോകത്തില്. അപ്പൊ ഈ കലികാലത്ത് നമുക്ക് ഭഗവത്ഭക്തി ഒന്നുകൊണ്ട് മാത്രമേ സദ്ഗതി ലഭിക്കുള്ളൂ. പിന്നെ ആത്മശുദ്ധി നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് പോവാം. നമുക്ക് ഇവിടെ തന്നെയാണെങ്കിലും ശരിക്കും നമുക്ക് തീർത്ഥസ്നാനത്തിൽ ഒന്നും പോയിട്ടില്ലെങ്കിലും നമ്മൾ നല്ലത് ചിന്തിക്കുക, നല്ല വാക്ക് ചൊല്ലണം. ആ ഒരു കീർത്തനം ഇവിടെ ഓരോരുത്തരും നിർത്തുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഇതൊക്കെ മതി. അതന്നെ ഈശ്വരൻ അർപ്പണമായിട്ട് നമ്മൾ ഓരോന്നും ഓരോ ദിവസം ചെയ്താൽ എല്ലാത്തിനും പരമാധിഷ്ഠാനമായതും പരമോത്കൃഷ്ടമായതും ബ്രഹ്മം തന്നെയാണ് എന്ന് ബോധ്യപ്പെട്ട് അതിൽ മനസ്സ് ഉറപ്പിക്കാൻ കഴിയണം. എങ്ങനെയെന്നാല് നമുക്ക് അതിൽ ഉറപ്പിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് കുറെ കാര്യങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മുടെ മനസ്സ് നമ്മളെ പിടിച്ചാൽ കിട്ടുന്നതല്ല. അപ്പൊ അതുകൊണ്ട് അതിന് ഒരു ഉപമ പറയുകയാണ്. നമ്മൾ 2 തിരി ഇട്ടിട്ട് ഒരു വിളക്ക് വെക്കുമ്പോൾ ആ വിളക്കിന്റെ 2 തിരിയും കൂടി കൂട്ടി വെച്ച് കഴിഞ്ഞാല് അത് ഒന്നിച്ചാവുമ്പോ ജീവനും പരമാത്മാവും ഒന്നിച്ച് ചേർന്നു. എന്നിട്ട് പറയുന്നു അത് ആത്മാവിലേക്കും ഒറ്റ തിരിയായിട്ട് കത്തും. അപ്പൊ അതേപോലെ ജീവഭാവവും നമുക്ക് അതോട് നഷ്ടപ്പെടും. ഭേദബുദ്ധി ഇല്ലാതെയാവും. അപ്പൊ പിന്നെ ഞാൻ കുറച്ച് ഇത് എഴുതി വെച്ചാണ്. ഭാരതീയനായാല് ആചാര്യന്മാരിങ്ങനെ ഇതിലിങ്ങനെ കേൾക്കണതാണ്. ഭാഗവതം അറിയണത്രേ, മഹാഭാരതം വായിക്കണം, ഹിമാലയത്തിൽ പോകണം, ഗീത പഠിക്കണം, ഗംഗയിൽ കുളിക്കണം. ഇതൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ ഈശ്വരാർപ്പണമായിട്ട് നമ്മൾ എന്തൊരു കാര്യവും
ചെയ്താൽ മതി. അപ്പൊ നമ്മൾ ഈ ഭാഗവതത്തില് ഓരോ സമയത്തും ഓരോ അധ്യായം കഴിയുമ്പോഴും നമ്മൾ പറയേണ്ടത് സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. നമ്മൾ എന്തോന്ന് ചെയ്യുമ്പോഴും അത് തുടക്കം തൊട്ടേ അവസാനം വരെ അത് തന്നെയാണ്. അപ്പൊ ഈ ഇതിനുണ്ട് അർത്ഥം, ഈശ്വരനിലേക്ക് എത്താനുള്ള 4 ഗകാരങ്ങൾ അത്രേ. ഏത്? ഗംഗ, ഗീത, ഗായത്രി, ഗോവിന്ദ. അപ്പൊ ഈ ഗംഗയെ പ്രാർത്ഥിച്ചിട്ട് നമ്മൾ ഒരു 7 അടി, നമ്മൾ കുളിക്കുന്ന വെള്ളം മതി, അത് ഗംഗയാണെന്ന് സങ്കല്പിക്കുക. അതിനെ ഇതാക്കിയിട്ട് നമ്മൾ ആ പിന്നെ യമുനാചയ സരസ്വതി അത് ഇതില്ലേ അത് ഒന്ന് ചൊല്ലി വടക്കോട്ട് വെച്ചാൽ മതി. ഇത്ര വടക്കോട്ട് വെച്ചാൽ ഗംഗ ഇങ്ങോട്ട് വന്നിട്ട് നമ്മളെ അനുഗ്രഹിക്കുന്ന പറയുന്നത്. അപ്പൊ ഗീത പിന്നെ നമുക്ക് പറയാനില്ല, ഭാഗവത ഉപദേശം തന്നെയാണ്. പിന്നെ ഗായത്രി തെറ്റാതെ ചൊല്ലാൻ കഴിഞ്ഞാൽ അത് തന്നെയാണ് ഈശ്വരൻ. പിന്നെ ഗോവിന്ദ, ഗോവിന്ദ എല്ലാം കൊണ്ടും ഗോവിന്ദയാണ്. അപ്പൊ ഭാഗവത പിന്നെ ഇതില് ഒരു ചെറിയൊരു സംശയമുള്ളതെന്ന് വെച്ചാൽ ഉദ്ധവനെ മാത്രം ശേഷിപ്പിച്ചത് എന്തിനാണ് എന്നുള്ളതാണ്. അപ്പൊ അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലായി. ഭാഗവത ധർമ്മം പ്രചരണം ചെയ്യണം, അതിനു വേണ്ടിയിട്ടാണ് ആ ഉദ്ധവനെ അവസാനം ബദരികാശ്രമത്തിലേക്ക് വിടുന്നതും അങ്ങനെ പോയിട്ട്. അപ്പോ എന്താ പറയുക, നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ ഒരു അനന്യ ഭക്തി ഭഗവാനോട് ഉണ്ടായാൽ തന്നെ, ഭക്തി ഉണ്ടെങ്കിൽ മുക്തി ഉണ്ടായിക്കോളും, താനെ വന്നോളും. അപ്പൊ എല്ലാ ഇതിനും പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാന്റെയും ഗുരുക്കന്മാരുടെയും പാദങ്ങളിൽ ഈ വാക്കുകളിൽ സമർപ്പിക്കുന്നു. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി. നമാമി നാരായണ പാദപങ്കജം, കരോമി നാരായണ പൂജനം സദാ, വദാമി നാരായണ നാമ നിർമ്മലം, സ്മരാമി നാരായണ തത്വമവ്യയം. കൈ രണ്ടും കൂപ്പി ഞാൻ വീണ്ടും മീരക്കുന്നു നീരജ ലോചന നിന്നോടായി. ഏതീനു മന്യനെ കുമ്പിടേണ്ടാത്തോരു രീതിയിൽ നീ എന്നെ പാലിക്കുന്നായി. അപ്പൊ ഇതില് ഭഗവാനെ തന്നെ ആശ്രയിക്കണം എന്നുള്ളതാണ്. അന്യൻ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് വേറെ ഒരാളെയും കുമ്പിടാണ്ട് നമുക്ക് ആ ഭഗവാനെ തന്നെ നമുക്ക് ആശ്രയിക്കാൻ കഴിയണം. അപ്പൊ അതില് ഒന്നുകൂടി നമുക്ക് എല്ലാവർക്കും കൂടി തന്നെ പ്രാർത്ഥിക്കാം, ഒരു കുഴപ്പമില്ല. കൈ രണ്ടും കൂപ്പി നാം എപ്പോഴും നിൻ രൂപം ദർശിക്കാനായി, ഏതിലും എന്തിലും നിൻ രൂപം കാണണം എപ്പോഴും എല്ലായ്പ്പോഴും. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ഹരേ കൃഷ്ണ. ഏകാദശസ്കന്ധം ദേവന്മാരുടെ സ്തുതി, അതിലുപരിയായിട്ട് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെ. 4 ഗകാരങ്ങള്, ഭാഗവതം കേൾക്കണം, ഭാരതം വായിക്കണം അല്ലെ, ഗീത പഠിക്കണം, ഹിമാലയം ഗമിക്കണം. വളരെയധികം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ധാരാളം കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു. പറഞ്ഞ പോലെ തന്നെ നമുക്കറിയാം അല്ലേ, ഭാഗവതം വായിക്കുമ്പോഴാണേലും കീർത്തനം പാടുമ്പോഴാണേലും ഒക്കെ ആ ഉള്ളിൽ തട്ടി വായിക്കുന്ന ഒരു രീതി ശ്രീദാസായി അമ്മയുടെ അടുത്ത് നമ്മൾ കണ്ടിട്ടുണ്ട് സാധാരണ. പക്ഷെ തീർച്ചയായിട്ടും അത് തന്നെയാണ് ഈ ഒരു നരജന്മം കൊണ്ട് നമ്മൾ സുഖമാക്കേണ്ടത്. എല്ലാം കൊണ്ടും ഇനിയും ധാരാളം സത്സംഗങ്ങളിൽ പങ്കെടുക്കാനും ഇതുപോലെ സദ്വചനങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും ഒക്കെ ധാരാളം അവസരങ്ങൾ അമ്മയ്ക്ക് കിട്ടട്ടെ. പോരാ, ആരോഗ്യ പ്രശ്നം നന്നായിട്ടുള്ള ഒരാളായിരുന്നു. അത് നിങ്ങളത് ആരും അറിഞ്ഞിട്ടില്ല. ശരിക്കും വലിയൊരു ആക്സിഡന്റിൽ നിന്ന് രക്ഷപ്പെട്ട ആളാണ്. പുനർജന്മമാണ് ശരിക്കും. അതാണ് അന്ന് സമർപ്പണത്തിൽ പറഞ്ഞത്. ഞാനും ഉൾപ്പെടെ എല്ലാവരും അനാരോഗ്യമുള്ളവരാണ്, ഒത്തിരി കാലം കിടപ്പായിരുന്നു. അങ്ങനെയാണ് ഭാഗവതത്തിലേക്ക് വരുന്നത് ശരിക്കും. അപ്പം ഒരു വരവൊരു വല്ലാത്തൊരു വരവായിരുന്നു. അപ്പൊ തീർച്ചയായിട്ടും അതിൽ നിന്നൊരു വിശ്വാസം ഉറക്കിവെക്കും. അപ്പൊ അതാണ് ഒത്തിരി കാലം എന്ന് പറഞ്ഞാൽ ഒത്തിരി കാലം തന്നെ ശരിക്കും. അപ്പൊ അത് കഴിഞ്ഞപ്പോഴത്തേക്കും എന്തായി, കണ്ണന്റെ ആ ഒരു
കാരുണ്യം ശരിക്കും അറിഞ്ഞ് പിന്നീട് ഇത് ഭാഗവതം കയ്യിലെടുത്തു. പിന്നെ താഴെ വെച്ചിട്ട് മുമ്പോട്ട് തന്നെ കണ്ണൻ അതിന് ഇത്തിരി സഹായം, ധാരാളം സത്സംഗങ്ങൾ കൊടുക്കുന്നു, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നു. ഇതൊക്കെ ഇനിയും ആ അനാരോഗ്യമൊക്കെ വിട്ട് ആരോഗ്യത്തോടുകൂടി ധാരാളം സത്സംഗങ്ങൾ ഉണ്ടാവട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം.